നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയുടെ കല്ലറ ഇന്ന് പൊളിച്ച് പരിശോധിക്കും. നടപടികൾ രാവിലെ തന്നെ തുടങ്ങാനാണ് പോലീസ് തീരുമാനം. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്ത് വൻ പോലീസ് സന്നാഹം ഒരുക്കിയാകും നടപടികൾ പൂർത്തിയാക്കുക. ഇതിനിടെ മകൻ രാജസേനൻ കല്ലറയ്ക്കരികിലെത്തി വിളക്ക് കൊളുത്തി പൂജ ചെയ്യുന്ന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. ഇന്ന് രാവിലെയോടെയാണ് ഈ കല്ലറ പൊളിക്കാൻ പോലീസ് സംഘം അവിടേക്ക് എത്തുക. അവിടെ വെച്ച് തന്നെ ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളും എല്ലാം പൂർത്തിയാക്കാനുള്ള സജ്ജീകരണങ്ങളുമായാണ് സംഘം എത്തുന്നത്. വിവരങ്ങളുമായി ബിനിൽ ലീല സാബു ആണ് അവിടെ നിന്നും ചേരുന്നത്. ബിനിൽ, നേരത്തെ നമ്മൾ കണ്ടിരുന്നു പോലീസ് സംഘം അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായുള്ള ഒരുക്കങ്ങൾ ഒക്കെ പൂർത്തിയാക്കുന്നത്, അതിനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. ഇന്ന് തന്നെ അത്തരം നടപടികളെല്ലാം പൂർത്തിയാക്കാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ എത്ര മണിയോടുകൂടിയാകും ഈ ഒരു കല്ലറ പൊളിക്കൽ തുടങ്ങുക? അതിനുള്ള സംഘം അവിടേക്ക് എത്തിയിട്ടുണ്ടോ? അതുപോലെ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധം ഒക്കെ അവിടെ ഇപ്പോൾ ഉണ്ടോ? എന്തായാലും വെളിച്ചം വീടുന്നതിന് ശേഷമായിരിക്കും നടപടികൾ തുടങ്ങുക. അതായത് ഒരു 8 മണിയോടുകൂടി പൊളിക്കൽ നടപടി ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നെയ്യാറ്റിൻകര DVSPയും CI അടക്കമുള്ള ആളുകൾ രാവിലെ തന്നെ ഇവിടേക്ക് വരികയും ഈ സ്ഥലം പരിശോധിക്കുകയും അതിന് ക്രമീകരണങ്ങൾ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കല്ലറ സ്ഥലത്ത് നിന്ന് മാധ്യമ നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയുടെ കല്ലറ ഇന്ന് രാവിലെ പൊളിക്കും. രാവിലെ 8 മണിയോടുകൂടി നടപടികൾ ആരംഭിക്കാനാണ് തീരുമാനം. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വലിയ പോലീസ് സന്നാഹം ഒരുക്കിയാകും നടപടികൾ പൂർത്തിയാകുക. മകൻ രാജസേനൻ ഇന്നലെ കല്ലറയ്ക്കരികിലെത്തി വിളക്ക് കൊളുത്തി പൂജ ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ന്യൂസ് മലയാളം ആ ദൃശ്യങ്ങൾ പുറത്തു വിട്ടിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇത്തരത്തിൽ അച്ഛൻ സമാധിയായി എന്ന് മക്കൾ പുറത്ത് പറയുന്നത്. പോസ്റ്റർ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി സമാധിയായി എന്നുള്ള പോസ്റ്റർ പുറത്തു വന്നതോടുകൂടിയാണ് നാട്ടുകാരെല്ലാം വിവരം അറിയുന്നത്. ഇതിനെ തുടർന്ന് നാട്ടുകാരുടെ പരാതിയിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. അതിന് പിന്നാലെ വലിയ തരത്തിലുള്ള പ്രതിഷേധവും സംഘർഷവും ഒക്കെ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കളക്ടറുടെ ഉത്തരവ് പ്രകാരം കല്ലറ പൊളിക്കാൻ സംഘം എത്തിയപ്പോൾ കുടുംബാംഗങ്ങൾ തടയുകയും വലിയ തരത്തിലുള്ള നാടകീയ രംഗങ്ങളൊക്കെയാണ് അവിടെ കാണാനായിട്ട് സാധിച്ചത്. അതിന് പിന്നാലെ ഭാര്യ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെടില്ല, പോലീസിന് നടപടികളുമായി മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞതോടുകൂടിയാണ് ഇന്നിപ്പോൾ കല്ലറ പൊളിക്കാനുള്ള നടപടിയുമായി പോലീസ് എത്തിയിരിക്കുന്നത്. ഇന്നലെ തന്നെ പോലീസ് പറഞ്ഞിരുന്നു ഇന്ന് രാവിലെയോടുകൂടി കല്ലറ പൊളിക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന്. അതുപ്രകാരം രാവിലെ തന്നെ പോലീസ് സംഘം സ്ഥലത്തെത്തി അതിനായുള്ള ഒരുക്കങ്ങളെല്ലാം അവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് തന്നെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ലക്ഷ്യം. വലിയ തരത്തിലുള്ള ദുരൂഹതയാണ് ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നത്. മക്കൾ പറയുന്ന കാര്യങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളും യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. ഇത് വലിയ തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിലടക്കം ചർച്ചയായ ഒരു സംഭവം കൂടിയാണ്. അതിനു പിന്നാലെയാണ് ഇന്നിപ്പോൾ ഈ ഒരു കല്ലറ പൊളിക്കൽ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത്. കേരളം മുഴുവൻ ഉറ്റുനോക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിൽ എന്താണ് ആ കല്ലറയ്ക്കകത്ത് ഉള്ളത്, എന്താണ് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിക്ക് സംഭവിച്ചത് എന്നുള്ളത്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും രേഖയുണ്ടോ എന്നുള്ള ചോദ്യം ഒക്കെ കോടതി ചോദിച്ചിരുന്നു. അതിനൊന്നും കുടുംബാംഗങ്ങൾക്ക് കൃത്യമായ ഉത്തരം ഒന്നുമില്ലായിരുന്നു. അവിടെ നിന്നും എന്തായാലും വിവരങ്ങൾ നൽകാനായി ബിനിൽ ലീല സാബു ആണ് ചേരുന്നത്. ബിനിൽ, ഏതു രീതിയിലാണ് അവിടെ കല്ലറ പൊളിക്കാനുള്ള നടപടികൾക്കായുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത്?
അത് ഇന്ന് തന്നെ പൊളിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനുള്ള നടപടികൾ പോലീസ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹം ഇവിടേക്ക് എത്തി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് നെയ്യാറ്റിൻകര DVSPയും CA അടക്കമുള്ള ആളുകൾ രാവിലെ തന്നെ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം 8 മണിയോടുകൂടി ഈ കല്ലറ പൊളിക്കുന്ന നടപടി ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കല്ലറ, അതായത് ഈ ഗോപൻ സ്വാമികൾ സമാധിയായി എന്ന് പറയുന്ന ആ സ്ഥലം, ആ കല്ലറ, അതിന് ചുറ്റും ഇപ്പോൾ ഈ ടാർപ്പായ വലിച്ചു കെട്ടി അവിടെ ആ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, സാധാരണഗതിയിൽ ഈ കല്ലറ പൊളിക്കുന്ന ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം, ഇവിടെ തന്നെയാണ് അതിൻ്റെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനുള്ള സജ്ജീകരണങ്ങളും രാവിലെ തന്നെ ഇവിടേക്ക് ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള പ്രത്യേകിച്ച് ടേബിൾ അടക്കമുള്ള കാര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടേക്ക് സർജൻ വരും. അതിനുശേഷം ആന്തരികാവയവങ്ങളുടെ പരിശോധന ആവശ്യമുള്ള പ്രത്യേക പരിശോധന രാസപരിശോധന ആവശ്യമുള്ള ആന്തരികാവയവങ്ങളുടെ സാമ്പിൾ ശേഖരിക്കും. അതിനുശേഷം മൃതദേഹം ഇവിടെ തന്നെ സംസ്കരിക്കും എന്നുള്ളതാണ് സാധാരണഗതിയിൽ ചെയ്യുന്ന രീതി. പക്ഷേ കഴിഞ്ഞ ദിവസം കുടുംബം പറയുന്നത് ഇത് പൊളിച്ചാൽ പിന്നീട് ഇവിടെ സംസ്കരിക്കാൻ കഴിയില്ല. കാരണം പിതാവ് സമാധിയായതാണ്. അത് പൊളിച്ചാൽ പിന്നെ അതിൻ്റെ ചൈതന്യം, ഹൈന്ദവ വിശ്വാസപ്രകാരം അതിൻ്റെ ചൈതന്യം, അതിൻ്റെ പവിത്രത നഷ്ടപ്പെടും. പിന്നീട് ഇവിടെ സംസ്കരിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് കുടുംബം നേരത്തെ സ്വീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും ആ സാധ്യത പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് വലിയ പോലീസ് സന്നാഹം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. രാവിലെ തന്നെ കൂടുതൽ പോലീസുകാരെ ഈ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും പൊതുജനങ്ങൾക്കൊന്നും ഇവിടേക്ക് പ്രവേശനം ഉണ്ടാകില്ല. ഈ ബന്ധുക്കൾ, ഇപ്പോൾ ഈ കുടുംബം ഇവിടെയുള്ളത് മകൻ മാത്രമാണ് ഇവിടെ ഉള്ളത്. ബാക്കി കുടുംബം ആശുപത്രിയിലാണ് അവർ ഉള്ളതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഈ പൊളിക്കാൻ വന്നപ്പോൾ RDയുടെ സാന്നിധ്യത്തിൽ പൊളിക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിയപ്പോൾ വലിയ പ്രതിഷേധം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഈ സമാധിയായതാണ്, മരണപ്പെട്ടതല്ല, അതുകൊണ്ട് തന്നെ ഇത് പൊളിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കല്ലറയ്ക്ക് മുമ്പിൽ, അല്ലെങ്കിൽ ആ മണ്ഡപത്തിന് മുന്നിൽ കുത്തിയിരുന്നുള്ള വലിയ പ്രതിഷേധം ഉണ്ടായത്. പിന്നീട് പോലീസ് ആ നടപടിയിൽ നിന്നും ജില്ലാ ഭരണകൂടം പിന്നോട്ട് പോവുകയും പിന്നീട് ഈ കുടുംബം കോടതിയിൽ പോവുകയുമാണ് ചെയ്തത്. ഹൈക്കോടതിയിൽ പോയി ഇത് പൊളിക്കാൻ അനുവദിക്കില്ല, സ്റ്റേ അനുവദിക്കണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് അനുവദിച്ചില്ല. കാരണം പ്രത്യേകിച്ച് ഇതിൽ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. എന്തായാലും ആ ചോദ്യത്തിൽ എന്തായാലും അത്തരം ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല. അങ്ങനെ ഇല്ലെങ്കിൽ അത് അസ്വാഭാവിക മരണമാണ്, പോലീസ് നടപടിയുമായി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് കോടതിയുടെ ഒരു നിലപാട് വന്നത്. എന്തായാലും അത് പോലീസിനേറെ ആശ്വാസകരമായി. കാരണം ആ കോടതിയുടെ പിൻബലത്തോടു കൂടിയാണ് ഇവിടേക്ക് കൂടുതൽ നടപടികളുമായി, അല്ലെങ്കിൽ ഈ ഗോപൻ സ്വാമിക്ക് എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് മരിച്ചത് എന്നുള്ള അറിയുന്നതിനുള്ള, അല്ലെങ്കിൽ ആ നടപടികളിലേക്ക് പോകാൻ എന്തായാലും ഈ കോടതി വിധിയുടെ പിൻബലത്തിലാണ് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ പോലീസിന് ഈ നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിയും. നിലവിൽ എന്തായാലും വലിയ പോലീസ് സന്നാഹം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. 8 മണിക്കാണ് ഈ നടപടികൾ, അതായത് ഈ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തേക്കെടുത്ത് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് മുന്നോട്ട് പോവുക. എന്തായാലും നിലവിൽ ഈ എല്ലാവർക്കും ഉള്ള ഒരു സംശയം, അദ്ദേഹം മരിച്ചതിന് ശേഷമാണോ ഈ സമാധി, അല്ലെങ്കിൽ ഈ കല്ലറയിലേക്ക് മാറ്റിയത്, അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പേ സ്ലാബിട്ട് മൂടിയോ? നിലവിൽ നാട്ടുകാരുടെ പരാതി ആദ്യഘട്ടം മുതൽ പറയുന്നത് അങ്ങനെയാണ്. സ്ലാബിട്ട് മൂടിയത് ജീവനുള്ള സമയത്താണ് ഈ സ്ലാബിട്ട് മൂടിയെന്നൊരു പരാതി ആദ്യഘട്ടം മുതലുണ്ട്. അങ്ങനെ ഒരു സംശയമുണ്ട്, പോലീസിനും ആ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടന്നാൽ മാത്രമേ ഇത് എങ്ങനെയാണ് മരണം സംഭവിച്ചത്, മരിച്ചതെന്ന് അറിയാൻ കഴിയുകയുള്ളൂ. ആ പോസ്റ്റ്മോർട്ടം നടപടി അനിവാര്യമാണ്. അതുകൊണ്ടാണ് പോലീസ് നടപടിയുമായി മുന്നോട്ട് പോവുകയും ചെയ്തത്. പക്ഷേ കുടുംബം ആദ്യഘട്ടം മുതൽ അതിന് എതിരാണ്. കാരണം അത് പൊളിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല. കാരണം ഇവരുടെ വിശ്വാസപ്രകാരം അത് സമാധിയായതാണ്. ആ സമാധിയായ സ്ഥലം പൊളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് മറ്റാരെയും അറിയിച്ചില്ലേ എന്നൊരു ചോദ്യം കൂടി പോലീസ് ചോദിച്ചിരുന്നു. പക്ഷേ അന്ന് മകൻ പറഞ്ഞ മറുപടി, അന്ന് അങ്ങനെ മറ്റാരെയും അറിയിക്കാൻ കഴിയില്ല, പൂജകൾ ചെയ്യേണ്ടത് താനാണ്, ഈ കർമ്മങ്ങൾ പൂർത്തിയാക്കേണ്ടത് താനാണ്. അങ്ങനെ മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ അത് സമാധി ആയതിൻ്റെ, അല്ലെങ്കിൽ വിശ്വാസപ്രകാരം അതിൻ്റെ ചൈതന്യം നഷ്ടപ്പെടും, അങ്ങനെ അറിയിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള മറുപടിയാണ് ഈ മകൻ പോലീസിനോട് പറഞ്ഞത്. അതിനുശേഷമാണ് നിയമ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചത്. എന്തായാലും ആ നടപടികൾ ഏറ്റവും ഒടുവിൽ 7 ദിവസത്തിന് ശേഷം ഇവർ പറയുന്ന കാര്യം, അല്ലെങ്കിൽ ഈ പൊളിക്കൽ നടപടിയുമായി, കല്ലറ പൊളിച്ച് എന്ത് സംഭവിച്ചു നടക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുക. കാരണം കഴിഞ്ഞ 7 ദിവസമായി ഇവിടെ വലിയ ഒരു സംഘർഷ സാധ്യതയ്ക്കുണ്ടായിരുന്നു. നിലവിൽ എന്തായാലും ഈ കുടുംബം, മകൻ ഇവിടെ ഉണ്ട്, അതോടൊപ്പം തന്നെ ഇവർക്ക് പിന്തുണയുമായി മറ്റ് ചില സംഘടനകളൊക്കെ ഇവിടേക്ക് എത്തുകയും ചെയ്തതാണ്. അന്ന് തന്നെ വലിയ നാട്ടുകാർ 2 ചേരിയായി തിരിയുകയും വലിയ പ്രതിഷേധം ഉണ്ടാക്കുകയും ചെയ്തതാണ്. അന്ന് അങ്ങനെ ഒരു അനിഷ്ട സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പോലീസ് അന്ന് പിന്മാറുകയും നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യാതിരുന്നത്. പക്ഷേ ഇപ്പോൾ കോടതിയുടെ വിധിയുടെ ഒരു ഉത്തരവിൻ്റെ, അല്ലെങ്കിൽ അനുകൂല നിലപാടിൻ്റെ ഒരു പിൻബലമുണ്ട്. ആ പിൻബലമുള്ളതുകൊണ്ട് തന്നെ പോലീസിന് ഈ നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെ ആ കോടതി ഉത്തരവ് വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ നടപടിയുമായി, ഇന്ന് പൊളിക്കൽ നടപടിയുമായി മുന്നോട്ട് പോകാൻ പോലീസ് തീരുമാനിച്ചത്. നിലവിൽ എന്തായാലും ആ നടപടിയുമായി രാവിലെ മുതൽ ഇത് ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ എന്തായാലും ഈ പ്രദേശത്ത്, അതായത് ഈ വീട് തൊട്ട് അടുത്തായിട്ടാണ് ക്ഷേത്രമുള്ളത്. ക്ഷേത്രത്തിന് അടുത്തായിട്ടാണ് ഈ കല്ലറ, അതായത് ഗോപൻ സ്വാമി സമാധിയായി എന്ന് കുടുംബം അവകാശപ്പെടുന്ന ആ കല്ലറ സ്ഥാപിച്ചിട്ടുള്ളത് അധികം ദൂരെയല്ല. അതുകൊണ്ട് അതിന് ചുറ്റും പോലീസ് സുരക്ഷയൊരുക്കുന്ന നടപടിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്.
പറയുന്നത്. അതായത് ഇവിടെ ആളുകൾ അധികം ഇവിടേക്ക് വരാതിരിക്കുക, അങ്ങനെ ഈ നടപടിയുമായി മുന്നോട്ട് പോകാൻ പോലീസിന് എളുപ്പത്തിൽ സാധിക്കുക, അതിനുവേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഒരുക്കുന്നത്. ഇവിടെ വീടിന് മുന്നിൽ ഇവിടേക്ക് വരുന്ന വഴിയിൽ വടം കെട്ടി ആളുകളെ തടയുന്നതിന് വേണ്ടിയുള്ള നടപടി പോലീസ് ഇപ്പോൾ സ്വീകരിക്കുകയാണ്. അതിനൊപ്പം തന്നെ ഈ കല്ലറയുള്ള സ്ഥലത്ത് അതിന് ചുറ്റും ഈ ടാർപ്പായ ചുറ്റിനും വെച്ച് അതിനൊരു സ്വകാര്യത ഉണ്ടാക്കുക. അതിനുശേഷം അതിന് തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അവിടെയാണ് ടേബിളൊക്കെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഈ മൃതദേഹം പുറത്തേക്ക് എടുക്കുന്നു. അവിടെ വെച്ച് ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന എന്തായാലും അനിവാര്യമാണ് ഈ കേസിൽ. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന ആവശ്യമായുള്ള അവയവങ്ങളുടെ സാമ്പിൾ ശേഖരിക്കുക, തുടർന്ന് സംസ്കരിക്കുക. നമുക്ക് എന്തായാലും അറിയേണ്ടത് ഇവിടെ തന്നെ സംസ്കരിക്കാൻ ഈ കുടുംബം അനുവദിക്കുമോ അല്ലെങ്കിൽ സമ്മതിക്കുമോ എന്നുള്ള കാര്യമാണ്. എന്തായാലും പോലീസ് ഇവിടെ തന്നെ സംസ്കരിക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിൽ എന്തായാലും ഒരു ക്രമസമാധാന പ്രശ്നത്തിന്റെ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് ആ ചോദ്യത്തിലാണ്. ഇവിടെ സംസ്കരിക്കാൻ തീരുമാനിക്കുമ്പോൾ കുടുംബം എതിർക്കുമോ അല്ലെങ്കിൽ വീണ്ടും പ്രതിഷേധവുമായി ഇവിടേക്ക് എത്തുമോ എന്നുള്ളൊരു സംശയം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് ഇവിടേക്ക് ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് പോലും ഈ പ്രദേശത്തേക്ക് അധികം പ്രവേശനമില്ല. പറയുന്ന കാര്യം, ഇവിടെ ഈ വീട്ടിലേക്ക് വരുന്ന പ്രധാന റോഡുണ്ട്. ആ റോഡിന്റെ ഏകദേശം 50 മീറ്റർ അകലെയായി അവിടെ മാത്രമേ മാധ്യമങ്ങൾക്ക് പോലും പ്രവേശനമുള്ളൂ. പൊതുജനങ്ങൾക്ക് ആർക്കും ഇവിടേക്ക് പ്രവേശനമില്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രധാന വഴിയിൽ നിന്നും ഈ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ അത് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ അകലെയാണ്. അവിടെ ഈ റോഡ് വാഹനം ഉപയോഗിച്ച് തടഞ്ഞിട്ടുണ്ട്. ചില വീടുകളുണ്ട്. ആ വീടുകളിലേക്ക് പോകുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും ഇവിടേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുക. മറ്റാരെയും ഇവിടേക്ക് കടത്തിവിടില്ല. അങ്ങനെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കുന്നതിനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും എന്തായാലും സ്വീകരിച്ചിട്ടുണ്ട്. നിലവിൽ എന്തായാലും കഴിഞ്ഞ 7 ദിവസമായി ഇത്തരത്തിൽ വലിയ വിവാദവും അല്ലെങ്കിൽ വലിയ സംശയവും ഒക്കെ നിൽക്കുകയാണ്. ആ സംശയം ദൂരീകരിക്കുക, എങ്ങനെയാണ് ഗോപൻ സ്വാമി മരിച്ചത്, ഗോപൻ സ്വാമിക്ക് എന്ത് സംഭവിച്ചു എന്നറിയുന്നതിന് വേണ്ടിയാണ് പോലീസ് ഈ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ഈ പ്രദേശവാസി തന്നെയാണ് ആദ്യം പോലീസിൽ പരാതി നൽകുന്നത്. നിലവിൽ എന്തായാലും ഈ ഗോപൻ സ്വാമിയെ കാണാനില്ല എന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ മിസ്സിംഗ് ആണെന്നൊരു പരാതിയാണ് ആദ്യഘട്ടം മുതൽ ഈ അയൽവാസി നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ കേസിൽ ഇടപെടുന്നതും പിന്നീട് അന്വേഷണം വരുന്നതും അതിനുശേഷം ഇവിടെ എത്തി വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾക്ക് പോയതും അതിന് തുടക്കം അവിടെയാണ്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയേണ്ടത്, നിലവിൽ എന്തായാലും ഈ സമാധിയായി എന്നൊരു പോസ്റ്റർ പിന്നീട് കഴിഞ്ഞ 9-ാം തീയതി ഇവിടെ ഒട്ടിച്ചിരുന്നു. ആ പോസ്റ്റർ കണ്ടാണ് ഈ പ്രദേശവാസികൾ അറിയുന്നത് ഈ ഗോപൻ സ്വാമി മരിച്ചു എന്ന വാർത്ത, അല്ലെങ്കിൽ കുടുംബം അവകാശപ്പെടുന്നത് പോലെ സമാധിയായി എന്ന് പോലും അറിയുന്നത് ആ പോസ്റ്ററിന് പിന്നാലെയാണ്. അതിനുശേഷം ആ പോസ്റ്റർ കണ്ടതിന് പിന്നാലെയാണ് ഈ പരാതിയുമായി അയൽവാസികളടക്കം വരുന്നത്. എന്തായാലും ആ പരാതിക്ക് പിന്നാലെ ആദ്യഘട്ടം പോലീസ് ഇവിടേക്ക് എത്തുമ്പോൾ പോലും ഈ കുടുംബം പറഞ്ഞത്, അല്ലെങ്കിൽ മകനും ഈ ഗോപൻ സ്വാമിയുടെ ഭാര്യയും മരുമകളും ഒക്കെ പറഞ്ഞത് ഇത് മരിച്ചതല്ല, സമാധിയായതാണ്. പത്മാസനത്തിൽ ഈ പീഠത്തിൽ, അതായത് നേരത്തെ 5 വർഷം മുമ്പേ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു പീഠം ഉണ്ടാക്കിയിരുന്നു, അല്ലെങ്കിൽ ഒരു മണ്ഡപം ഉണ്ടാക്കിയിരുന്നു. അവിടെ പോയി ഇരിക്കുകയും അതിനുശേഷം പത്മാസനം ഇരുന്ന് അവിടെ നിന്ന് സമാധി ആവുകയും ചെയ്തു എന്നാണ് മകൻ പറയുന്നത്. അതിനുശേഷം പൂജകൾ ചെയ്തു. പുലർച്ചെ പിറ്റേന്നാണ് ഈ പോസ്റ്റർ ഒട്ടിക്കുന്നത്. അങ്ങനെയുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷേ അവിടെയും സംശയമുള്ള ചില കാര്യങ്ങളുണ്ട്. ഇദ്ദേഹത്തിന്, ഗോപൻ സ്വാമിക്ക് ഈ പ്രഷറും അതോടൊപ്പം തന്നെ ഷുഗറും പ്രമേഹവും അടക്കമുള്ള അസുഖമുള്ള ആളാണ്. അദ്ദേഹം മരുന്ന് കഴിക്കുന്ന ആളാണ്. പിന്നെ അയൽവാസികൾ പറയുന്ന മറ്റൊരു കാര്യം, അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ കഴിയുമായിരുന്നില്ല, അത് കിടപ്പിലായിരുന്ന ഒരാളാണ്. അത്തരം കാര്യങ്ങളൊക്കെ അയൽവാസികളുടെ മൊഴിയായി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെയാണ് കൂടുതൽ സംശയത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത്. എന്തായാലും അതിനൊക്കെ ആ സംശയമൊക്കെ മാറുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശോധനയും നടപടിയുമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അധികം സമയം ഇനി വൈകില്ല. കാരണം ഏകദേശം 8 മണിയോടുകൂടി നടപടികൾ ഉണ്ടാകും എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ, നേരത്തെ പറഞ്ഞതാണെങ്കിൽ പോലും, സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു കല്ലറ തുറന്ന് പരിശോധിക്കുന്ന ഘട്ടത്തിൽ അവിടെ തന്നെ അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി പോലീസ് സർജൻ ഇവിടേക്ക് എത്തി ആ പോസ്റ്റ്മോർട്ടം നടപടി, അല്ലെങ്കിൽ ഈ ആവശ്യമുള്ള രാസപരിശോധനയ്ക്ക് ആവശ്യമുള്ള ആന്തരികാവയവങ്ങളുടെ സാമ്പിളുകൾ അവിടെ നിന്ന് തന്നെ ശേഖരിക്കും. അതിനുശേഷം അവിടെ തന്നെ മൃതദേഹം സംസ്കരിക്കും. വീണ്ടും അവിടെ തന്നെ അത് മറവ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം നേരത്തെ തന്നെ കുടുംബം പറഞ്ഞ കാര്യം, ഇവിടെ തന്നെ, അല്ലെങ്കിൽ ഈ സമാധിയായ സ്ഥലത്ത് നിന്നും ആളുടെ മൃതദേഹം പുറത്തേക്ക് എടുത്താൽ ആ ചൈതന്യം നഷ്ടപ്പെടും. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്നും ഈ മൃതദേഹം ഇവിടെ തന്നെ സംസ്കരിക്കാൻ അനുവദിക്കില്ല എന്നൊരു നിലപാട് കുടുംബം നേരത്തെ സ്വീകരിച്ചിരുന്നു. അത് തന്നെ വീണ്ടും ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അങ്ങനെ തന്നെ ഉണ്ടായാൽ അതൊരു പ്രതിഷേധത്തിലേക്കും മറ്റ് വാക്കുതർക്കത്തിലേക്ക് പോകാനുള്ള സാധ്യത എന്തായാലും ഉണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് നിയോഗിച്ചിട്ടുള്ളത്. നമുക്കറിയാം, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു കണക്ക് പറയുകയാണെങ്കിൽ 150ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ ഈ പ്രദേശത്ത് നിയോഗിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് പല സ്ഥലങ്ങളിലായി നിയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടേക്ക് കൂടുതൽ ഉദ്യോഗസ്ഥർ എത്തുകയാണ്. ഫോറൻസിക് ഉദ്യോഗസ്ഥരാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വരികയാണ്. നമുക്ക് തോന്നുന്നു ഇനി അധികം വൈകില്ല. കാരണം നടപടിയുമായി പോലീസ് അധികം വൈകാതെ മുന്നോട്ട് പോകും. അതിനുള്ള ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ എന്തായാലും പോലീസ് സർജന്റെ സാന്നിധ്യത്തിലായിരിക്കും ഈ നടപടികൾ പൂർണ്ണമായും നടക്കുക. അതിനുശേഷം ആ മൃതദേഹം ഇവിടെ നിന്നും പുറത്തേക്കെടുത്ത്
ആന്തരികാവയവങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കോടതി കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ, അപ്പോൾ അതിനുവേണ്ടി നടപടികൾ പൂർത്തിയാക്കുന്നു. അതൊക്കെ അറിയോട് തീരുമാനിക്കേണ്ടത് കേട്ടോ. സാർ, ഇത് ഈ മൃതദേഹം ഇവിടെ തന്നെ നടപടികൾ പൂർത്തിയാക്കും, അല്ല മെഡിക്കൽ? അത് പറയാൻ പറ്റില്ല, ഡോക്ടേഴ്സ് വന്നിട്ടേ പറയാൻ പറ്റും. എത്ര മണിയോടെ ഉണ്ട്? ടൈം കിട്ടിയിട്ടില്ല, കൃത്യം ടൈം കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ കേട്ട ശബ്ദം നെയ്യാറ്റിൻകര CA പ്രവീണിന്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം പറയുന്ന കാര്യം, പോലീസ് സർജൻ എത്തിയ ശേഷം ഇവിടെ തന്നെ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം സർജൻ എത്തിയ ശേഷം മാത്രമേ പറയാൻ കഴിയൂ എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ സാധാരണഗതിയിൽ ഇവിടെ തന്നെ ചെയ്യാനുള്ള സാധ്യതയാണ് ഉള്ളത്. കാരണം അതിനുള്ള സജ്ജീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് മൃതദേഹം പുറത്തേക്കെടുത്ത് അത് പരിശോധിക്കുന്നതിനുള്ള മേശകൾ, ടേബിളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടേക്കുള്ള വെള്ളം എത്തിക്കുന്ന സംവിധാനം, ആ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം മറ്റ് VP അടക്കമുള്ള വെള്ളം ശേഖരിക്കുന്ന VP അടക്കമുള്ള കാര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ആ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥർ, കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ മാധ്യമങ്ങൾക്കും ഇവിടെ നിയന്ത്രണമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ നിന്ന് അല്പദൂരം മാറി നിൽക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. നേരത്തെ തന്നെ പോലീസ് പറയുന്നുണ്ട്. കാരണം അതായത് മാധ്യമപ്രവർത്തകരോട് ഈ പ്രദേശത്ത് നിന്ന് നേരത്തെ പറയുന്നതുപോലെയാണ് ഇവിടെ നിന്നും ആ റോഡ് ആരംഭിക്കുന്ന ഏകദേശം 50 മീറ്റർ ദൂരത്തേക്ക് മാറി നിൽക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. കാരണം വലിയ സെൻസിറ്റീവായ ഒരു വിഷയമാണ്. നേരത്തെ വലിയ ഒരു വർഗീയ സ്വഭാവത്തിലേക്ക് പോലും വഴിതിരിച്ചു വിടാനുള്ള സാധ്യതയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അത്തരം ചില പരാമർശങ്ങളൊക്കെ ഇവിടെ കൂടിയ ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പോലീസ് വലിയ സുരക്ഷ ഇവിടേക്ക് ഒരുക്കിയിട്ടുള്ളത്. നിലവിൽ ആ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇനി പോലീസ് സർജൻ ഇവിടേക്ക് എത്തിയാൽ മതി. സർജൻ എത്തിയ ശേഷം ആ നടപടികൾ തുടങ്ങും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥ സുരക്ഷയായി ഇവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. നിലവിൽ ഇനിയിപ്പോൾ നേരത്തെ സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ ചർച്ചയായ കേസ് കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ആളുകൾ കാത്തിരിക്കുകയാണ്. കാരണം ഈ ഗോപൻ സ്വാമിക്ക് എന്ത് സംഭവിച്ചു, അദ്ദേഹത്തിനെ ജീവനുള്ളപ്പോൾ തന്നെ ഈ സ്ലാബിട്ട് മൂടുകയായിരുന്നോ എന്ന് തുടങ്ങിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നത് അയൽവാസികളുടെ ഒക്കെ പ്രതികരണം, അവരുടെ ആ സംശയങ്ങൾ അയൽവാസികൾ പരാതിയായി പോലീസ് മുന്നിൽ ഉന്നയിക്കുകയും ചെയ്തതാണ്. എന്തായാലും ആ നടപടികൾ അല്പസമയത്തുള്ളിൽ തന്നെ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സ്വാതി. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കൽ അതിനുള്ള നടപടികൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ, ഫോറൻസിക് ഉദ്യോഗസ്ഥർ എല്ലാം സ്ഥലത്ത് എത്തി അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെ ഒരുക്കുകയാണ്. രാവിലെ 8 മണിയോടുകൂടി തന്നെ ഈ ഒരു കല്ലറ പൊളിക്കൽ നടപടി ആരംഭിക്കും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്ത് വൻ പോലീസ് സന്നാഹമാണ് ഒരുക്കിയിട്ടുള്ളത്. അവിടേക്ക് നാട്ടുകാരെയും അതുപോലെ മാധ്യമങ്ങളെയും ഒന്നും തന്നെ കടത്തി വിടുന്നില്ല. വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയമായിരുന്നു. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ഇതേപോലെ കല്ലറ പൊളിക്കാനായിട്ട് വന്ന സമയത്ത് കുടുംബാംഗങ്ങൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം നാട്ടുകാരും കുടുംബാംഗങ്ങളും തമ്മിലുണ്ടായി, കുടുംബാംഗങ്ങളും പോലീസും തമ്മിലുണ്ടായി. പോലീസ് വലിയ തരത്തിൽ സമവായത്തിലെത്തിച്ച് ആണ് അവിടെ ആ ഒരു രംഗം ശാന്തമാക്കിയത്. എന്നാൽ പിന്നീട് അവർ വലിയ തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിൽ വർഗീയത നിറഞ്ഞ ആരോപണങ്ങളൊക്കെ കുടുംബാംഗങ്ങൾ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് വലിയ തരത്തിലുള്ള സുരക്ഷ അവിടെ ഒരുക്കിയിരിക്കുന്നത്. അവിടേക്ക് എന്തായാലും നിലവിൽ നാട്ടുകാരെയോ മാധ്യമങ്ങളെയോ ഒന്നും ആ കല്ലറ ഇരിക്കുന്ന സ്ഥലത്തേക്ക് കടത്തിവിടുന്നില്ല. ഇന്ന് തന്നെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം. ഇന്നലെയാണ് ഹൈക്കോടതി ഈ ഒരു വിഷയം ഹൈക്കോടതിയിലേക്ക് ഈ ഹർജി, കുടുംബാംഗങ്ങളുടെ ഹർജി എത്തുന്നത്. ഹൈക്കോടതി പറഞ്ഞത് എത്രയും ഈ കാര്യത്തിൽ ഹൈക്കോടതിയുടെ യാതൊരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാവുകയില്ല, പോലീസ് നടപടികളുമായി മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. അതുപ്രകാരമാണ് ഇന്നിപ്പോൾ രാവിലെ ഈ ഒരു കല്ലറ പൊളിക്കാനായിട്ട് പോലീസ് തീരുമാനിക്കുന്നത്.
കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി സമാധിയായി എന്ന് കാണിച്ച് മക്കൾ പോസ്റ്റർ പ്രചരിപ്പിച്ചത്. ഇതോടുകൂടിയിട്ടാണ് ആ വ്യക്തിയെക്കുറിച്ചുള്ള ആ വ്യക്തിയുടെ തിരോധാനം നാട്ടുകാർ അറിയുന്നത്. അതിൽ വലിയ തരത്തിലുള്ള ദുരൂഹത ആരോപണം ഉന്നയിച്ചാണ് നാട്ടുകാർ പോലീസിൽ പരാതി നൽകിയത്. അതിനു പിന്നാലെ പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ച് കല്ലറ പൊളിക്കാനുള്ള നീക്കങ്ങൾ കളക്ടറുടെ ഉത്തരവ് പ്രകാരം നടത്തിയെങ്കിലും കഴിഞ്ഞ ദിവസം കുടുംബാംഗങ്ങൾ വലിയ തരത്തിലുള്ള പ്രതിരോധമാണ് തീർത്തത്. അതിനാടകീയമായ സംഭവവികാസങ്ങളായിരുന്നു അവിടെ കണ്ടത്. ഭാര്യയെ അടക്കം കരഞ്ഞ് നിലവിളിച്ച് അത് പൊളിക്കാൻ സമ്മതിക്കില്ല, ഇത് തങ്ങളുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുകയില്ല എന്നുള്ള ഇതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു കുടുംബാംഗങ്ങൾ. അതിനുശേഷം മക്കൾ നടത്തിയ പ്രതികരണമൊക്കെ വലിയ തരത്തിൽ ചർച്ചയും വിവാദവും ഒക്കെ ആയിരിക്കുകയാണ് സമൂഹത്തിൽ. സമാധി എന്നുള്ള ഒരു വാക്കാണ് അവർ ഉപയോഗിച്ചത്. അത് എത്രമാത്രം ഈ ഒരു കാലഘട്ടത്തിൽ സമാധി എന്നുള്ള വാക്കിന് പ്രായോഗികതയുണ്ട് എന്നുള്ള തരത്തിലുള്ള വലിയ തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഈ ഒരു കല്ലറ പൊളിക്കാനുള്ള നീക്കം. എല്ലാവരും ഉറ്റുനോക്കുകയാണ് കല്ലറയ്ക്ക് അകത്ത് എന്താണ് ഉള്ളത്. ഗോപൻ സ്വാമി എന്നുള്ള പറയുന്ന ആളുടെ മൃതദേഹം എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യം ഇന്നലെ കഴിഞ്ഞ ദിവസം കോടതി ചോദിച്ചത് മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ് കുടുംബാംഗങ്ങളോട് ചോദിച്ചത്. മരണ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളുടെ വാദം പരിഗണിക്കാമെന്നുമാണ് കോടതി പറഞ്ഞത്. എന്നാൽ അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും ഹാജരാക്കാൻ കുടുംബാംഗങ്ങൾക്ക് ആയിട്ടില്ല. സ്വാഭാവിക നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് അന്വേഷണം ഏറ്റെടുത്ത് ഈ ഒരു കല്ലറ പൊളിക്കുക എന്നുള്ള നടപടിയിലേക്ക് ഇന്നിപ്പോൾ കടന്നിരിക്കുന്നത്. എന്തായാലും അവിടെ കുടുംബാംഗങ്ങൾ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധം തീർക്കുമോ അല്ലെങ്കിൽ അവർ അതിൽ എതിർപ്പ് കാണിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇന്നിപ്പോൾ എന്തായാലും കല്ലറ പൊളിക്കൽ നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെ ഒരുക്കിയിരിക്കുകയാണ്. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്, CI എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം 8 മണിയോടുകൂടി തന്നെ ഈ ഒരു കല്ലറ പൊളിക്കൽ ആരംഭിക്കും. ആ നടപടികൾ ആരംഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ബിനിലാണ് അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. ബിനിൽ, കഴിഞ്ഞ ദിവസം ഈ കല്ലറ പൊളിക്കാനായിട്ട് പോലീസ് എത്തിയപ്പോൾ, കളക്ടറുടെ ഉത്തരവ് പ്രകാരം എത്തിയപ്പോൾ നമ്മൾ കണ്ടതാണ് അതിനാടകീയമായ സംഭവ വികാസങ്ങളാണ് അവിടെ നടന്നത്. എന്ത് വന്നാലും കല്ലറ പൊളിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് മക്കളും ഭാര്യയും ഒക്കെ നിന്നത്. ഇന്നിപ്പോൾ അവരെ ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? അവരുടെ ഒരു നിലപാട് ഏത് രീതിയിലാണ്? സ്വാതി, എന്തായാലും നിലവിലിപ്പോൾ അധികം ആളുകൾ ഇവിടെ ഇല്ല. കുടുംബാംഗങ്ങളിൽ മകൻ മാത്രമാണ് വീട്ടിൽ ഉള്ളത് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ ഗോപൻ സ്വാമിയുടെ ഭാര്യയും മരുമകളും അടക്കം ആശുപത്രിയിലാണ് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും അതിൽ കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പ്രതിഷേധങ്ങൾക്കുള്ള വലിയ സാധ്യത കാണുന്നില്ല. കാരണം ആൾക്കൂട്ടത്തിൻ്റെ പ്രതിഷേധത്തിനുള്ള സാധ്യതയില്ല. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ കൂടുതൽ പുറത്തുനിന്ന് വന്ന ആളുകൾ, നാട്ടുകാർ ഈ കുടുംബത്തെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ സമാധിയായി എന്ന് വിശ്വസിക്കുന്ന ആളുകൾ മാത്രമാണ്, അല്ലെങ്കിൽ അത്തരം ആളുകളാണ് വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടാക്കിയത്, സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത്. പക്ഷേ ഇന്ന് അത്തരം ആളുകൾ, ഈ വിവിധ സംഘടനകളുടെ ആളുകളൊന്നും ഇവിടേക്ക് വരാനുള്ള സാധ്യതയില്ല. പ്രത്യേകിച്ച് 2 കാരണങ്ങളാണെന്നുള്ളത്. ഒന്ന്, കോടതിയുടെ അനുകൂല നിലപാട്, അത് പോലീസിന് അനുകൂലമാണ്, നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിയും. മറ്റൊന്ന്, ഇവിടെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 150ഓളം പോലീസുകാരെ ഈ പല സ്ഥലങ്ങളിലായി നിർത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് തന്നെ പറയാൻ കഴിയുന്ന കാര്യം. അതിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ ആദ്യം രാവിലെ ഇവിടേക്ക് വരുമ്പോൾ തന്നെ പ്രധാന റോഡ് അത് അടച്ച് ഈ പ്രദേശത്തെ വീടുകളിലേക്ക് പോകുന്ന ആൾക്ക് മാത്രം പ്രവേശനം അനുവദിക്കുകയും മറ്റാളുകളെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റാളുകൾ ഇവിടേക്ക് വരുന്ന ഒരു രീതി അല്ലെങ്കിൽ ആ സംവിധാനം അത് മാറ്റാൻ വേണ്ടി ഉള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ എന്തായാലും പോലീസിന്റെ വലിയ സന്നാഹം ഇവിടെയുണ്ട്. നെയ്യാറ്റിൻകര DVSP ഉണ്ട്, നെയ്യാറ്റിൻകര സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ട്. അവരുടെയൊക്കെ സാന്നിധ്യത്തിലായിരിക്കും ഈ കല്ലറ പൊളിച്ച് ഈ മൃതദേഹം പരിശോധിക്കുന്ന നടപടി ഉണ്ടാവുക. നിലവിൽ ഫോറൻസിക് സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ച് അല്പസമയത്തിനുള്ളിൽ തന്നെ ഫോറൻസിക് സർജൻ ഇവിടേക്ക് എത്തും. അതിനുശേഷമാകും കല്ലറ പൊളിച്ച് ഈ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ പോവുക. നേരത്തെ CI പറഞ്ഞ കാര്യം ഇവിടെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സർജൻ എത്തിയ ശേഷം തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. കാരണം അതിനുള്ള സജ്ജീകരണങ്ങൾ പോലീസ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇത്തരം സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കല്ലറ പൊളിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ അവിടെ തന്നെ താൽക്കാലികമായ ഒരു ഷെഡ് കെട്ടി അവിടെ തന്നെ മൃതദേഹം അവിടേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് രാസപരിശോധനയ്ക്ക് ആവശ്യമുള്ള ആന്തരികാവയവങ്ങളുടെ സാമ്പിളുകൾ ശേഖരിക്കുക. സാധാരണഗതിയിൽ
ഫോറൻസിക് അങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ തന്നെ ആവും ഇവിടെയും ചെയ്യുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നേരത്തെ പറഞ്ഞതുപോലെ അതുകൊണ്ട് ആ പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത ഇവിടെ ഇല്ല. നേരത്തെ നമുക്കറിയാം RDO അടക്കം കഴിഞ്ഞ ദിവസം ഈ പരാതി വന്നതിന് പിന്നാലെ പൊളിക്കുന്നതിന് വേണ്ടി കളക്ടറുടെ ഉത്തരവോടുകൂടി പൊളിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് വന്നിരുന്നു. പക്ഷെ അന്ന് പൊളിക്കാൻ സാധിച്ചിരുന്നില്ല. വലിയ പ്രതിഷേധം പല ഭാഗങ്ങളിൽ നിന്നുണ്ടായി. കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഈ കല്ലറയ്ക്ക് സമാധിയായി എന്ന് അവർ പറയുന്ന ഈ കല്ലറയ്ക്ക് സമീപത്ത് അവർ ഇരിക്കുകയും അവിടെ ഈ നാമങ്ങൾക്ക് ജപിക്കുകയും അത്തരം പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തതാണ്. പിന്നീട് നാട്ടുകാർ, ഇവരെ അനുകൂലിക്കുന്ന നാട്ടുകാർ വന്നു, ഇവരെ പ്രതികൂലിക്കുന്ന നാട്ടുകാർ വന്നു. അവർ ചേരിതിരിഞ്ഞ് വാക്കേറ്റവും കയ്യേറ്റവും ഒക്കെ ഉള്ള സാഹചര്യത്തിലേക്ക് പോയി. എന്തായാലും അതിനുശേഷമാണ് RDO അടക്കം ഇവിടെ നിന്ന് മാറുകയും ഇത്തരത്തിൽ ഒരു അനിഷ്ട സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതെല്ലാം തീരുമാനിക്കുകയും ചെയ്തത്. പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കുടുംബത്തെ വിളിപ്പിച്ചു. അവർ ഈ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. ഇതിന്റെ ഒരു ആവശ്യകതയെക്കുറിച്ച്, നിയമപരമായി ഇതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഈ കുടുംബാംഗങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോൾ പോലും ഇവർ പറയുന്നത് ആ വാദമാണ്. കാരണം ഇവരുടെ പിതാവ് മരണപ്പെട്ടതല്ല, മരിച്ചതല്ല, സമാധിയായതാണ്, പത്മാസനത്തിൽ ഇരിക്കുകയും പിന്നീട് ഈ പ്രാണൻ സ്വയം വെടിയുകയും ചെയ്തതാണ്. അങ്ങനെയുള്ള വാദമാണ് ഇവർ ഉന്നയിച്ചിരുന്നത്. പക്ഷേ അപ്പോഴും പോലീസ് ആവർത്തിച്ച് പറഞ്ഞത് നിയമപരമായി ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തേ മതിയാകൂ, ഈ കല്ലറ പൊളിച്ചേ മതിയാകും നിലപാടാണ് എടുത്തത്. പക്ഷേ അതിനുശേഷവും കുടുംബം എടുക്കുന്ന നിലപാട് ഇത്തരത്തിലുള്ള പരിശോധനയ്ക്ക് അനുവദിക്കില്ല. കാരണം ആ കല്ലറ പൊളിച്ചു കഴിഞ്ഞാൽ അത് ഇവരുടെ വിശ്വാസപ്രകാരമുള്ള ചൈതന്യം നഷ്ടപ്പെടും, പവിത്രത നഷ്ടപ്പെടും, സമാധിയായതിന്റെ ആ പൂർത്തീകരണം ഉണ്ടാകില്ല. അതുകൊണ്ട് ഈ കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് വീണ്ടും വീണ്ടും ഇവർ ആവർത്തിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം പോലീസ് കുറച്ച് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ഇവർക്ക് കുറച്ച് സമയം കൊടുത്തു. ആ സമയത്തിൽ സമയം കൊടുത്തത് തന്നെ ഇവർക്ക് കോടതിയിൽ പോകുന്നതിന് വേണ്ടിയാണ്. പോലീസ് അത് മുൻകൂട്ടി കണ്ടിരുന്നത്. ഒരു കോടതിയെ സമീപിക്കും എന്ന് പോലീസിനും ജില്ലാ ഭരണകൂടത്തിനും അറിയാമായിരുന്നു. പക്ഷേ കോടതിയിൽ പോയാലും തിരിച്ചടിയാണ് ഉണ്ടാവുക എന്ന കണക്കുകൂട്ടൽ പോലീസിന്റെ ഭാഗത്തു നിന്നും അവർക്കുണ്ടായിരുന്നു. കാരണം ഇതിൽ ഒരു മരണ സർട്ടിഫിക്കറ്റ് ഇല്ല, മരിച്ചുവെന്ന് തെളിയിക്കാനുള്ള യാതൊരുവിധ രേഖകളും ഇവരുടെ കയ്യിലില്ല എന്ന് പോലീസ് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. കോടതിയിൽ പോയാൽ കോടതി ആദ്യം ചോദിക്കുക ആ മരണ സർട്ടിഫിക്കറ്റ് ആണ്. നിലവിൽ എന്തായാലും ഇന്നലെ സംഭവിച്ചതും അത് തന്നെയാണ്. ഹൈക്കോടതി ചോദിച്ചത് ഗോപൻ സ്വാമി മരിച്ചത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ് കോടതി ചോദിച്ചത്. അങ്ങനെ ഇല്ലെങ്കിൽ ഇത് അസ്വാഭാവിക മരണമാണ്, പോലീസിന് നടപടിയുമായി മുന്നോട്ട് പോകാമെന്നൊരു നിലപാട് കോടതി സ്വീകരിച്ചു. അത് പോലീസിന് വലിയ ആശ്വാസമായിരുന്നു. പോലീസ് പിന്നീട് ആ നടപടിയുമായി മുന്നോട്ട് പോകാമെന്ന് ഇന്നലെ തന്നെ തീരുമാനിച്ചതാണ്. ഇന്ന് തന്നെ പൊളിച്ച് പരിശോധിക്കണം എന്ന നിലപാടിലേക്ക് പോലീസ് പോവുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടേക്ക് അതിന്റെ സജ്ജീകരണങ്ങൾ, സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത്. നിലവിൽ എന്തായാലും ഈ കല്ലറയ്ക്ക് സമീപത്തെ കല്ലറയ്ക്ക് ചുറ്റും അവർ ചുറ്റും ഒരു ടാർപ്പായൊക്കെ വലിച്ചു കെട്ടി അത് പുറത്തുനിന്നും ആരും കാണാത്ത വിധത്തിലുള്ള ഒരു സംവിധാനമാണ് അവർ ഒരുക്കിയിട്ടുള്ളത്. അതിനപ്പുറത്ത് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനുള്ള ചെറിയ ഒരു ഷെഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ടേബിളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്, അവിടേക്ക് വെള്ളം എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയുള്ള ആന്തരികാവയവങ്ങൾ പുറത്തെടുത്ത് അതിന്റെ രാസപരിശോധന അനിവാര്യമാണ് ഈ കേസിൽ. ആ രാസപരിശോധനയാണ് ഈ മരണകാരണം അടക്കം വ്യക്തമാവുകയും ചെയ്യുക. അതുകൊണ്ട് ആ പരിശോധന നടത്തിയേ മതിയാകൂ. ആ പരിശോധനയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും പോലീസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് ഈ പോലീസ് സർജൻ വന്നു കഴിഞ്ഞാൽ തന്നെ, പ്രത്യേകിച്ച് പിന്നീട് RDO അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് വരണം. RDOയുടെ സ്ഥാനത്തിൽ മാത്രമേ ഇത് പൊളിക്കാൻ കഴിയൂ. അദ്ദേഹം OV ആൽഫ്രഡ്, സബ് കളക്ടർ, അദ്ദേഹം കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ വരികയും ഈ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുകയും ചെയ്തതാണ്. അദ്ദേഹം അല്പസമയത്തുള്ള തന്നെ ഇവിടേക്ക് വരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വന്നാൽ ഉടൻ തന്നെ ഈ കല്ലറ പൊളിക്കുകയും മൃതദേഹം പുറത്തേക്ക് എടുക്കുകയും ചെയ്തു. മറ്റൊന്ന്, ഈ കല്ലറയ്ക്കുള്ളിൽ മൃതദേഹം ഉണ്ടോ എന്നുള്ളതാണ്. ചില ആളുകൾ അതായത് ഈ പരാതി കൊടുക്കുമ്പോൾ തന്നെ ഇദ്ദേഹം മിസ്സിംഗ് ആണ്, ഇദ്ദേഹത്തെ കാണുന്നില്ല എന്നൊരു പരാതിയാണ് ഈ പോലീസിന് ആദ്യഘട്ടത്തിൽ അയൽവാസികൾ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ചില ആളുകൾ ചോദിക്കുന്നത് അദ്ദേഹം ഈ കല്ലറയ്ക്കുള്ളിൽ ഉണ്ടോ എന്നുള്ള സംശയം പോലും ആളുകൾക്ക് ഉണ്ട്. എന്തായാലും അത്തരം സംശയങ്ങൾ പോലും ദൂരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ നടപടികൾ പോലീസ് തുടങ്ങുകയും ചെയ്യുക. കല്ലറ പൊളിച്ച് അതൊരു താരതമ്യേന ചെറിയ ഒരു കല്ലറ പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു മണ്ഡപം എന്നാണ് ഇവർ പറയുന്നത്, സമാധി മണ്ഡപം എന്നാണ് ഇവർ പറയുന്നത്. അവിടെ അദ്ദേഹം പത്മാസനത്തിൽ അവിടേക്ക് വന്ന് ഇരുന്നു. അതിനുശേഷം സ്വയം പ്രാണനെ സ്വാംശീകരിച്ചു. അങ്ങനെയുള്ള വിശ്വാസപരമായ കാര്യങ്ങളൊക്കെയാണ് ഈ മകനും ഭാര്യയും അടക്കം പറയുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഇരിക്കുന്ന നിലയിലായിരിക്കും ആ മൃതദേഹം ഉണ്ടാവുക. അതിനുശേഷം പോലീസിന്റെ പരിശോധന തുടർന്ന് വരിക. ഈ പോസ്റ്റ്മോർട്ടത്തിൽ തെളിയേണ്ടത് അദ്ദേഹത്തിന്റെ മരണകാരണം എങ്ങനെയാണ് എന്നുള്ളതാണ്. കാരണം നേരത്തെ മരിച്ചിട്ട് ഇവിടെ എത്തിക്കുമ്പോൾ അദ്ദേഹം മരിച്ചിരുന്നോ, മരിച്ചതിന് ശേഷമാണോ സ്ലാബിട്ട് മൂടിയത്, അല്ലെങ്കിൽ ശ്വാസം തടസ്സപ്പെട്ട് മരിച്ചതാണോ? ഇത്തരം സംശയങ്ങളാണ് ദൂരീകരിക്കപ്പെടേണ്ടത്. ആ ദൂരീകരണമാണ് എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. നിലവിൽ എന്തായാലും നാട്ടുകാരുടെ വലിയ പരാതി ഉണ്ടായിരുന്നു. കാരണം ഇത് മരിച്ചതല്ല, കൊലപ്പെടുത്തിയ ശേഷം ഇവിടെ എത്തിച്ച് സംസ്കരിച്ചതാണ്. അതിനുശേഷം ഇത്തരം സമാധി എന്ന വാദം പറയുകയാണെന്ന കാര്യങ്ങളൊക്കെയാണ് ചില നാട്ടുകാരൊക്കെ ആദ്യഘട്ടത്തിൽ പറയുകയും ചെയ്തത്. ആ പ്രതികരണങ്ങളൊക്കെ നമുക്ക് തുടക്കത്തിൽ ഉണ്ടാവുകയും ചെയ്തതാണ്. എന്തായാലും അത്തരം സംശയങ്ങൾക്ക് ദൂരീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് പോലീസ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കൽ നടപടികൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഒരുക്കുകയാണ്. പോലീസും ഫോറൻസിക് സംഘം അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ കല്ലറ പൊളിക്കാനുള്ള
പൊളിക്കൽ നടപടികൾ ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ആ വാർത്തയിലേക്ക് തിരികെ എത്താം.